Welcome my dear friends, welcome to Bodhi's online class. Today we are going to discuss about some grammar portion in our textbook. In our textbook, page number 21st, we have an activity about some words in our English language. So please go through the Adventures of Banyan Tree and we can do the grammar activity. Okay friends, please look to our table. He was a young squirrel and his friends and relatives probably thought him headstrong and foolish for trusting a human. This is the sentence in your textbook. Listen again. He was a very young squirrel and his friends and relatives probably thought him headstrong and foolish for trusting a human. Here I underline two words. What are they? Headstrong and foolish. Headstrong and foolish. What is the specialty of these two words? This is the word, something added to the meaning of the word, the squirrel. Am I correct? Listen. He was a very young squirrel and his friends and relatives probably thought him. Okay, him means the young squirrel. Headstrong. That means he is headstrong and foolish. He is foolish. Here, these two words probably emphasize the behavior or the characteristic of the young squirrel for trusting a human. So, these two words, something added to the meaning of the word young squirrel. So, these two words are adjectives. Headstrong and foolish. These are categorized into adjectives. അപ്പോൾ ആലോചിക്കുക, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിലെ രണ്ട് വാക്കുകളാണ് ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ഹെഡ്സ്ട്രോങ് എന്ന് പറയുന്നത് ഉറച്ച തീരുമാനത്തോടു കൂടി കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ ഹെഡ്സ്ട്രോങ് എന്ന വിശേഷണം പറയുന്നത്. ഫൂളിഷ്, മന്ദബുദ്ധിതരം, നിസ്സാരമായ കാര്യങ്ങളോടുകൂടി ചെയ്യുക, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ യങ് സ്ക്യൂറൽ എന്ന് പറയുന്ന ആ ചെറിയ അണ്ണാറ കണ്ണന്റെ വിശേഷണങ്ങളായിട്ടാണ് ഈ രണ്ട് വാക്കുകളും നിൽക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വാക്കുകൾ ഏത് ഗണത്തിൽപ്പെടുന്നു? അഡ്ജക്റ്റീവ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്നു. എങ്ങനെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയാൻ കാരണം? അതായത് ഒരു അഡ്ജക്റ്റീവ്, നാമവിശേഷണം എന്ന് പറയുന്നത് ഒരു നാമത്തിന്റെ അർത്ഥത്തിനെ വിശേഷിപ്പിക്കാനായി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഹെഡ്സ്ട്രോങ് എന്ന് പറയുന്നതും ഫൂളിഷ് എന്ന് പറയുന്നതും യങ് സ്ക്യൂറൽ എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കുന്നു. അപ്പോ ഇവിടെ അഡ്ജക്റ്റീവ്. ഇവിടെ ഞാൻ ഈ ഹെഡ്സ്ട്രോങ് എന്ന വാക്കിന് പകരം ഫൂളിഷ് എന്ന വാക്കിന് പകരം മറ്റൊരു വാക്ക് ഉപയോഗിക്കുകയാണ്. ശ്രദ്ധിക്കും. ലിസൺ. അപ്പോ നമ്മൾ നേരത്തെ ഉപയോഗിച്ചത് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട് ഹിം. എന്തായിരുന്നു ഇവിടെ വന്നത്? ഏത് വാക്കാണ് നമ്മൾ ഉപയോഗിച്ചത്? ഒന്ന് ഓർമ്മിച്ച് നോക്കി. അൺറൂലിക്ക് പകരം ഏത് വാക്കാണ് നമ്മൾ പറഞ്ഞത്? സില്ലിക്ക് പകരം ഏത് വാക്കാണ് നമ്മൾ ഉപയോഗിച്ചത്? യെസ്, അതെ, ഹെഡ്സ്ട്രോങ് അല്ലേ? നിങ്ങൾ ചിന്തിച്ചല്ലോ, ഹെഡ്സ്ട്രോങ്. അതേപോലെ സില്ലിക്ക് പകരം ഫൂളിഷ്. അർത്ഥ വ്യത്യാസം മാറിയോ? നോക്കിയേ. അൺറൂലി ആൻഡ് സില്ലി ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ അല്ലേ? ഇതേ നാമവിശേഷം തന്നെയാണ്. അർത്ഥ വ്യത്യാസം മാറിയോ? മാറിയില്ല. അപ്പോ ഏത് വാക്കിന് സമമാണ് അൺറൂലി എന്ന് പറയുന്നത്? ഏത് വാക്കിന് സമമാണ്? അതെ, ഹെഡ്സ്ട്രോങ് എന്ന് പറയുന്ന വാക്കിന് തുല്യമായിട്ടുള്ള അർത്ഥം വരുന്ന അതേ പദം തന്നെയാണ് ഏത്? അൺറൂലി എന്ന് പറയുന്ന പദം. ഏതാണ്? അൺറൂലി എന്ന് പറയുന്ന പദം. അപ്പോ ഹെഡ്സ്ട്രോങ് എന്ന് പറയുന്ന വാക്കിന് തുല്യമായി വരുന്ന പദമാണ് അൺറൂലി എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ആദ്യം ഉപയോഗിച്ച വാക്ക് ഏതായിരുന്നു? യെസ്, ഫൂളിഷ് എന്ന് പറയുന്ന വാക്കായിരുന്നു. ഫൂളിഷ്. ഫൂളിഷ് എന്ന പദമാണ് നമ്മൾ ആദ്യം ഉപയോഗിച്ചത്. അപ്പൊ അതിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കും? ഇവിടെ സില്ലി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പൊ നോക്കൂ, നമ്മൾ ആദ്യം ഉപയോഗിച്ചത് ഹെഡ്സ്ട്രോങ് എന്ന വാക്ക്, അതിന് പകരം അൺറൂലി ഉപയോഗിച്ചു. രണ്ടാമത് ഫൂളിഷ് എന്ന വാക്കിന് പകരം സില്ലി ഉപയോഗിച്ചു. രണ്ടും ഈ പറയുന്ന ഈ നാല് വാക്കുകളും ഹെഡ്സ്ട്രോങ്, അൺറൂലി, ഫൂളിഷ്, സില്ലി എന്ന് പറയുന്ന നാല് വാക്കുകളും അഡ്ജക്റ്റീവ്സ് ആണ്.
ഞാൻ ഒരു വാക്കിന് പകരം headstrong എന്ന വാക്കിന് instead ആയി here I use unruly instead of headstrong and here I use silly instead of foolish. So these are the same meaning sentence. These types of words are called as synonyms. Synonyms. What is synonym? The word has same meaning. Okay. അപ്പോൾ ഒരേ അർത്ഥം വരുന്ന സമാന രീതിയിലുള്ള അർത്ഥം വരുന്ന വാക്കിനെ നമുക്ക് ഏത് ഗണത്തിൽ പറയാം? സിനണിം എന്ന് പറയുന്ന ആ ഒരു അർത്ഥത്തിലേക്ക് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോ എന്താണ് ഒരേ അർത്ഥം വരുന്നത്, സമാന അർത്ഥം വരുന്ന വാക്കിനെ നമുക്ക് സിനണിം. ഒരു പക്ഷേ പരീക്ഷയിൽ നമുക്ക് പാസേജ് കോംപ്രിഹെൻഷൻ ചോദിക്കുന്ന വേളയിൽ ഫൈൻഡ് ഔട്ട് ദ സിനണിം ഫ്രം ദ പാസേജ് എന്നായിരിക്കും വരുന്നത്. അപ്പൊ ഉദാഹരണത്തിന് നമുക്ക് തന്നിരിക്കുന്ന വാക്ക് അൺറൂലി എന്ന വാക്ക് പാരഗ്രാഫിലുണ്ട്. അപ്പോ നമ്മുടെ പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യം എങ്ങനെയായിരിക്കും? ഫൈൻഡ് ഔട്ട് ദ സിനണിം ഓഫ് ദ വേർഡ് ഹെഡ്സ്ട്രോങ് ഫ്രം ദ പാസേജ്. അതായത് ഹെഡ്സ്ട്രോങ് എന്ന് പറയുന്ന വാക്കിന് തുല്യമായ അർത്ഥമുള്ള ഒരു പദം ഈ പാരഗ്രാഫിലുണ്ട്, അത് കണ്ടുപിടിക്കുക. അപ്പൊ അൺറൂലി എന്ന പാരഗ്രാഫ് അതിലുണ്ടാകും. അപ്പോൾ ആ അർത്ഥമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് തന്നെ ചോദിക്കുമെന്നല്ല, ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്നതാണ്. ഓക്കെ. സിനണിം എന്ന് പറയുമ്പോൾ സമാന അർത്ഥമുള്ള പദങ്ങളെയാണ്, ആ സമൂഹത്തിനെയാണ് നമ്മൾ സിനണിം എന്ന് പറയുന്നത്. We can go through the next activity. Please listen the words. In the spring, when the banyan tree was full of small red figs, birds of all kinds would flock in its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastures, and parrots and crows squabbling with each other all the time. Listen. In the spring, when the banyan tree was full of small red figs, birds of all kinds would flock into its branches. Flock means the group of birds. Okay, the collective noun of birds is called flock. Flock of birds flock into its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastures, and parrots and crows squabbling with each other all the time. So, have you find out the adjective in this paragraph? Please check. What are the adjectives? In the spring, when the banyan tree was full of small red figs, is there any adjective? Yes, very good, correct. Small red figs. Birds of all kinds would flock into its branches. The red-bottomed bulbul, cheerful and greedy. Yes, cheerful and greedy. Gossiping rosy pastures, and the parrots and crows squabbling with each other all the time. Here, three words: small, cheerful, and greedy. Okay, can you find out the synonym of these words? Find out the words small. Yes, we can use the word little. Okay, small means little. Little red figs. Like cheerful. What is cheerful? Active, vigorous. So cheerful means or pleasant, happy. Any word can use. Happy or pleasant or vigorous, any word can use. Then greedy. Greedy means avaricious. Avaricious. Okay, these are the synonym of the word. Okay, that means if this paragraph will included in our question paper and the question will be here, how? Find out the synonym of the word avaricious from the paragraph, or find out the synonym of the word happy or vigorous from the paragraph, or find out the synonym of the word little from the paragraph. So, സമാന അർത്ഥമുള്ള വാക്കുകൾ തന്നിട്ട് അത് പാരഗ്രാഫിൽ നിന്ന് കണ്ടെത്താൻ ചോദിക്കുന്നു. സിനോണിം വാക്ക് പരിചയപ്പെട്ടതാണ്. അപ്പോൾ അതാണ് നമുക്ക് ഈ പാരഗ്രാഫിലൂടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് പരിചയപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഒരു വാക്കിന്റെ സമാന അർത്ഥമുള്ള വാക്കുകൾ ആ പാരഗ്രാഫിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ
അതിന് നമുക്ക് സിനണിം എന്ന പദം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ശരി, അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അടുത്ത ആക്ടിവിറ്റിക്ക് പോകാം. നോക്കൂ, ഹിയർ യു ഹാവ് 3 sentences. 3 സെന്റൻസുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഇറ്റ് വാസ് ആൻ ഓൾഡ് ബനിയൻ ട്രീ. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. ഇറ്റ് വാസ് ദ ഓൾഡസ്റ്റ് ബനിയൻ ട്രീ ഇൻ ടൗൺ. 3 സെന്റൻസ് വന്നിരിക്കുന്നത്. നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചതുപോലെ നമ്മുടെ അഡ്ജക്റ്റീവ് എന്ന് കണ്ടുപിടിച്ചാലോ? ഇറ്റ് വാസ് ആൻ ഓൾഡ് ബനിയൻ ട്രീ അല്ലെ? ഇറ്റ് വാസ് ആൻ ഓൾഡ് ബനിയൻ ട്രീ. അവിടെ ബനിയൻ ട്രീ എന്ന് പറയുന്ന നാമത്തിനെ വിശേഷിപ്പിക്കുന്ന ഏത് വാക്കാ ഉള്ളത്? ഏത് വാക്കാ ഉള്ളത്? അതെ, ഓൾഡ് എന്ന് പറയുന്ന വാക്കാണ്. യെസ്, അതെ. അപ്പൊ ഓൾഡ് അഡ്ജക്റ്റീവ് ആണ്. രണ്ടാമത്തെ വാക്യത്തിലേക്ക് നോക്കാം. പ്ലീസ് ലുക്ക് അറ്റ് ദ സെക്കൻഡ് സെന്റൻസ്. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. അവിടെയും വന്നിരിക്കുന്നത് ഓൾഡ് തന്നെയാണ്, പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ ഓൾഡ് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ഓൾഡർ ദാൻ എന്നൊരു പ്രയോഗമാണ് ഇവിടെ ഉള്ളത്. ശരി, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ വാക്യം നോക്കാം. ഇറ്റ് വാസ് ദ ഓൾഡസ്റ്റ് ബനിയൻ ട്രീ ഇൻ ടൗൺ. ഇറ്റ് വാസ് ദ ഓൾഡസ്റ്റ് ബനിയൻ ട്രീ ഇൻ ടൗൺ. ഇവിടെയും ഓൾഡ് എന്ന വാക്ക് തന്നെയാണ്, പക്ഷേ ഓൾഡിനെ ദ ഓൾഡസ്റ്റ് എന്ന പ്രയോഗത്തിൽ പറഞ്ഞിരിക്കുന്നു. Have you find out any specialities through these 3 sentences? Yes, what are they? Here the adjective older, here adjective older than, here the adjective the oldest. What is the difference? Here it was an old banyan tree. Here is only one thing, that is it was an old banyan tree. Here the tree was older than the house. Here the banyan tree was compared with another one, another house. Here it was the oldest banyan tree in town. It was the oldest banyan tree in town. അതായത് മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ടൗണിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ആൽമരമായിട്ടാണ് അതിന്റെ അർത്ഥം പറയുന്നത്. ഒന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞത് അതൊരു പഴയ ആൽമരമാണ്. അപ്പൊ അതേപോലെയുള്ള മറ്റു ആൽമരങ്ങൾ ഉണ്ടാവാം. അതേപോലെയുള്ള ഒരു പഴയ ആൽമരമാണ്. ഇവിടെ ഈ ആൽമരത്തിനെയും മറ്റൊരു വീടിനെയും തമ്മിൽ കോമ്പയർ ചെയ്യുന്നു, താരതമ്യം ചെയ്യുന്നു. ഇവിടെയാണെങ്കിലോ ഏറ്റവും പഴക്കമുള്ളത് എന്ന് പറയുന്നു. അപ്പൊ ഇതിലൂടെ അഡ്ജക്റ്റീവിനെ 3 തലത്തിലായിട്ട് പറയുന്നു എന്ന് പറയാൻ കഴിയും. 3 തലത്തിലായിട്ട്. ഒരു സാധാരണ രീതിയിൽ പറയുന്നു, പിന്നീട് മറ്റൊന്നുമായി താരതമ്യം ചെയ്തു പറയുന്നു, മൂന്നാമത്തേത് ഏറ്റവും മികച്ചത് എന്ന രീതിയിൽ പറയുന്നു. അപ്പൊ എങ്ങനെയൊക്കെയാണ് പറയുന്നത്? സാധാരണ രീതിയിൽ അഡ്ജക്റ്റീവിന്റെ നോർമൽ ആയിട്ടുള്ള രീതിയിൽ പറയുന്നു, കോമ്പയർ താരതമ്യം ചെയ്ത് പറയുന്നു, പിന്നീടോ ഏറ്റവും മികച്ചത് എന്ന രീതിയിൽ പറയുന്നു. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ടത് അഡ്ജക്റ്റീവിനെ ഇങ്ങനെ 3 തലത്തിൽ പറയുവാനായി സാധിക്കും. 3 തലത്തിൽ പറയുവാൻ കഴിയും. ഏതൊക്കെയായിരിക്കും ആ 3 തലം എന്നറിയാവോ? ഏറ്റവും സാധാരണമായി പറയുന്ന രീതിയെ നമ്മൾ വിളിക്കുന്നത് അഡ്ജക്റ്റീവിന്റെ പോസിറ്റീവ് ഡിഗ്രി എന്നാണ്. എന്തെന്ന് വിളിക്കുന്നു? അഡ്ജക്റ്റീവിന്റെ പോസിറ്റീവ് ഡിഗ്രി. അഡ്ജക്റ്റീവിന്റെ പോസിറ്റീവ് ഡിഗ്രി. എന്നാൽ മറ്റൊന്നുമായി കമ്പയർ ചെയ്ത് പറയുമ്പോൾ അത് കോമ്പയറേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നു. അത് നമ്മൾ കമ്പാരേറ്റീവ് എന്നൊക്കെ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കോമ്പയറേറ്റീവ് ഡിഗ്രി രണ്ടും ഒന്ന് തന്നെയാണ്. കമ്പാരേറ്റീവ് ഡിഗ്രി. പിന്നീട് ഏറ്റവും മികച്ചത് എന്ന അർത്ഥത്തിലേക്ക് പറയുമ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ പറയാം. സൂപ്പർലേറ്റീവ് ഡിഗ്രി. സൂപ്പർലേറ്റീവ് ഡിഗ്രി. എങ്ങനെയാണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോ അഡ്ജക്റ്റീവിനെ നമുക്ക് 3 തലത്തിൽ പറയുവാൻ കഴിയും. എങ്ങനെ? പോസിറ്റീവ് ഡിഗ്രി എന്ന്, കമ്പാരേറ്റീവ് ഡിഗ്രി എന്ന്, സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന്. അപ്പോ ഇങ്ങനെ അഡ്ജക്റ്റീവിനെ പോസിറ്റീവ് ഡിഗ്രിയിലും കമ്പാരേറ്റീവ് ഡിഗ്രിയിലും സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലും പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതിന് പറയുന്ന പേരാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഡിഗ്രി ഓഫ് കമ്പാരിസൺ. അപ്പോ അഡ്ജക്റ്റീവിനെ, നാമവിശേഷണത്തെ അതിന്റെ പല അർത്ഥ തലങ്ങളിൽ പറയുന്ന രീതിയാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പറയുന്നത്. അതിന്റെ രീതി നിങ്ങൾക്ക് മനസ്സിലായി കാണും. പോസിറ്റീവ്, നോർമൽ ആയിട്ടുള്ള രീതിയിൽ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നു. മറ്റൊരു വസ്തുമായി താരതമ്യം ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നു. ഏറ്റവും മികച്ചത് എന്ന അർത്ഥത്തിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നു. അപ്പോ
ഈ പറയുന്ന പോസിറ്റീവ് ഡിഗ്രി എങ്ങനെയാണ്, കമ്പാരിറ്റീവ് ഡിഗ്രി എങ്ങനെയാണ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി എങ്ങനെയാണ് എന്നുള്ള കാര്യം ഒരു ചെറിയ ഹിന്റിലൂടെ പഠിച്ചിട്ട് വിശദീകരണമായി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാം. അപ്പൊ നോക്കൂ, ഇവിടെ അഡ്ജക്റ്റീവ് ഒരു സിംഗിൾ അഡ്ജക്റ്റീവ് മാത്രം നിൽക്കുകയാണ്. കണ്ടോ, ഓൾഡ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ്, ഇറ്റ് വാസ് ആൻ ഓൾഡ് ബനിയൻ ട്രീ, ഇവിടെ ഒരു അഡ്ജക്റ്റീവിനെ മാത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ രണ്ടാമത് പറയുമ്പോഴോ ഇവിടെ ഓൾഡർ ദാൻ എന്ന പ്രയോഗമാണ്. ഓൾഡർ ദാൻ അഡ്ജക്റ്റീവിനോടൊപ്പം എർദാൻ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അതേപോലെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് വരുമ്പോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, എസ്റ്റ് എന്ന് പറയുന്ന പ്രയോഗമാണ്. ഓൾഡസ്റ്റ്, അതിനോടൊപ്പം ദ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ട്. അപ്പൊ ഇതൊക്കെ സൂചകങ്ങളാണ്. അപ്പൊ ഈ സൂചകങ്ങൾ മനസ്സിലാക്കി വെച്ചത് കൊണ്ട് എങ്ങനെയാണ് അർത്ഥം മാറുന്നത്, എങ്ങനെയാണ് ഈ പറയുന്ന ഡിഗ്രികൾ മാറുന്നത് എന്ന് അപ്പൊ ഈ തൽക്കാലം നിങ്ങൾ ഈ സെന്റൻസ് ഒന്ന് മനസ്സിലാക്കുക, ഇതിന്റെ മനസ്സിലൊന്ന് പഠിച്ചു വെക്കുക. ഇതാണ് പോസിറ്റീവ് ഡിഗ്രി, ഇതാണ് കമ്പാരിറ്റീവ് ഡിഗ്രി, ഇതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇതിനെ ചേർത്ത് നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്നു. ഇതെങ്ങനെ മാറുന്നു എന്നുള്ളത് നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, stay at your home, stay safe, bye.